നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ അതീവ സൂക്ഷ്മഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയൊരു സംഭവ വികാസം കൂടുതൽ ആശങ്ക ഉയർത്തുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാന ഇന്ധന വിമാനമായ ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ പേർഷ്യൻ ഗൾഫിന് സമീപം അപ്രത്യക്ഷമായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സംഭവത്തെ ചുറ്റിപ്പറ്റി നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. അതിൽ ഏറ്റവും വലിയ ചോദ്യം, ഇതൊരു സാങ്കേതിക പ്രശ്നമാണോ അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായ എന്തെങ്കിലും ഇറാന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ പറക്കുന്ന പെട്രോൾ പമ്പ് എന്നറിയപ്പെടുന്ന ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനമാണ് കാണാതായത്. പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ പറക്കുമ്പോൾ 7700 എന്ന അടിയന്തര സന്ദേശം നൽകിയതിനു പിന്നാലെയാണ് സൈനിക വിമാനം കാണാതായത്. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിലാണ് സൈനിക വിമാനം കാണാതായതെന്നതാണ് ശ്രദ്ധേയം. UAE-യിലെ അൽ ധഫ്ര ബേസിൽ നിന്നുമാണ് ബോയിങ് KC സ്ട്രാറ്റോ ടാങ്കർ ടേക്ക് ഓഫ് ചെയ്തത്. ഖത്തറിന് സമീപത്ത് വെച്ചാണ് ഈ വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത്. താഴ്ന്ന് പറക്കുന്നതിന് മുൻപായി വായുവിൽ വൃത്താകൃതിയിലുള്ള പാറ്റേൺ വരച്ചാണ് വിമാനം അപായ സൂചന നൽകിയത്. പറക്കുമ്പോൾ വിമാനത്തിൽ നിന്ന് 7700 എന്ന അടിയന്തര അപകട സന്ദേശം ലഭിച്ചതായി ഫ്ലൈറ്റ് റഡാർ 24 ഡേറ്റ വ്യക്തമാക്കുന്നു. സാധാരണയായി വിമാനത്തിനുള്ളിൽ ഗുരുതരമായ സാങ്കേതിക തകരാറുകളോ മറ്റോ സംഭവിക്കുമ്പോഴാണ് പൈലറ്റുമാർ ഇത്തരം ഒരു സന്ദേശം അയക്കുന്നത്. ഖത്തറിന് മുകളിൽ എത്തിയപ്പോഴാണ് വിമാനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ലഭ്യമായ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം സിഗ്നൽ നഷ്ടമാകുന്നതിന് മുൻപായി വിമാനം ആകാശത്ത് വട്ടമിട്ട് പറക്കുകയും പിന്നീട് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തോ അതോ തകർന്നു വീണോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. കഴിഞ്ഞ മാർച്ചിൽ ഇറാഖിൽ വെച്ച് ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ഇതേ വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനം നഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര ലോകം നോക്കിക്കാണുന്നത്. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന പ്രദേശത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് സ്വാഭാവികമായ ആശങ്കകൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് ഇറാനുമായി സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ വിമാനം റാഞ്ചിയോ അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയായോ എന്ന തരത്തിലുള്ള അനുമാനങ്ങളും രാഷ്ട്രീയ ചർച്ചകളിൽ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കൻ വൃത്തങ്ങൾ ഔദ്യോഗികമായി ഇറാനെ കുറ്റപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഇത്തരം നിഗമനങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുന്നത് ശരിയല്ല. അതേസമയം ഇറാൻ സമീപമുള്ള മേഖലയിലാണ് സംഭവം നടന്നതെന്ന കാര്യം തന്നെ സംശയങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ മറ്റൊരു നിർണായക ചോദ്യവും ഉയരുന്നു. അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കും? ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുന്ന അമേരിക്ക ഈ സംഭവത്തെ എങ്ങനെ വിലയിരുത്തുമെന്നത് തന്നെ അടുത്ത നീക്കങ്ങളെ നിർണ്ണയിക്കും. കാരണം ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾക്ക് വഴിവെക്കുന്നവയാണ്. അതേസമയം ഒരു കാര്യത്തിൽ വ്യക്തത വേണം. ഇപ്പോൾ നിലനിൽക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഇറാൻ വിമാനം റാഞ്ചി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ ഈ സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം തന്നെ യുദ്ധത്തിന്റെ സങ്കീർണത വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവം എന്തായാലും അതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരുന്നത് വരെ ലോകം പുതിയ സംഘർഷത്തെ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്.